2026 ഫെബ്രുവരി 2 സിറാജ് എഡിറ്റോറിയൽ. ബജറ്റ് ബലികഴിച്ചത് ഫെഡറൽ മൂല്യങ്ങളെ. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത് യൂണിയൻ ബജറ്റിലും ഫെഡറൽ മൂല്യങ്ങളെ ബലികഴിക്കുകയെന്ന മോദി സർക്കാരിന്റെ സ്ഥായീഭാവം ആവർത്തിച്ചിരിക്കുന്നു. നികുതി വരുമാനം പങ്കുവെക്കുന്നതിലും പദ്ധതികൾ അനുവദിക്കുന്നതിലും കടുത്ത വിവേചനം ഇത്തവണയും ബോധപൂർവം നടപ്പാക്കിയെന്ന് ബജറ്റ് പ്രസംഗം കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയ്ക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? ഒരു നാട്ടിലെ ജനങ്ങൾ കേന്ദ്ര അധികാരം കൈയാളുന്ന പാർട്ടിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്ന ഒറ്റക്കാരണത്താൽ ഇങ്ങനെ അവഗണിക്കുന്നത് എത്ര മോശം രാഷ്ട്രീയമാണ്. സംസ്ഥാന ധനമന്ത്രി നേരിട്ട് സമർപ്പിച്ച 29 സുപ്രധാന ആവശ്യങ്ങളിൽ നിന്ന് ഒന്നുപോലും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളത്തിന്റെ ദീർഘകാല ആവശ്യമായ എയിംസ് നൽകിയില്ല. പുതുതായി പ്രഖ്യാപിച്ച 3 ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്ന് നൽകി ആയുർവേദ ചികിത്സയിൽ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ കേരളത്തെ പരിഗണിക്കാമായിരുന്നു. അതുണ്ടായില്ല. ജലപാതകളാൽ സമ്പന്നമായ കേരളത്തെ അവഗണിച്ച് അത് സംബന്ധിച്ച പദ്ധതികൾ ഒഡീഷയ്ക്ക് നൽകി. ശബരി റെയിൽപാത, വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നിവയിലെല്ലാം കേന്ദ്രം തഴഞ്ഞു. അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചും ബജറ്റിൽ പരാമർശമില്ല. ധാതു ഇടനാഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് കേരളം എന്ന പേര് കേട്ടത്. അതാകട്ടെ കേരളത്തിലെ അപൂർവ ധാതുശേഖരത്തിന്റെ അശാസ്ത്രീയ ചൂഷണത്തിന് വഴിവെക്കുമോയെന്ന് ആശങ്ക പടർത്തുന്നതുമാണ്. പിന്നെയുള്ളത് കടലാമ സംരക്ഷണ പദ്ധതിയാണ്. ഈ അവഗണനയ്ക്കെതിരെ യോജിച്ച പ്രതിഷേധമുയരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിലെ മുഖ്യ പാർട്ടികൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കൈകോർക്കണം. സാമ്പത്തിക വളർച്ചാ കണക്കുകളിൽ ഊറ്റം കൊള്ളുകയും പ്രതിസന്ധികളെ ഈ കണക്കുകൾ കൊണ്ട് മറച്ചുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ പുതിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അനിശ്ചിതത്വത്തിന്റെ കടലിരുമ്പുമ്പോൾ സ്ഥിരതയുടെ തുരുത്തായി ഇന്ത്യ നിൽക്കുന്നുവെന്നും 7.4% DGP വളർച്ച വലിയ നേട്ടമാണെന്നും ബജറ്റിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. 2047 ആകുമ്പോഴേക്കും വികസിത ഇന്ത്യയാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഴ്ത്തുന്നുമുണ്ട്. എത്രയും വേഗം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനാണ് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള ചുവടുവെപ്പാണ് ബജറ്റെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗവും അതിനെ വാഴ്ത്തി പ്രധാനമന്ത്രിയുടെ പ്രതികരണവും യാഥാർത്ഥ്യങ്ങൾ മൂടിവെച്ച് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. AI അടക്കമുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ശ്രമവും അടിസ്ഥാന വികസന മേഖലയിലെ നിക്ഷേപവും പ്രവാസികൾക്കടക്കമുള്ള നികുതി ഇളവുകളും കയ്യടി അർഹിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നു. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ ഇടപെടൽ അനിവാര്യമാണെന്ന പ്രാഥമിക സാമ്പത്തിക പാഠം മറച്ചുവെക്കുന്നതാണ് ഈ ബജറ്റിനെ നിഷ്ഫലമാക്കുന്നത്. ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യ അടക്കമുള്ള വികസ്വര രാജ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഘട്ടമാണിത്. ട്രംപിന്റെ പ്രതികാര ചുങ്കം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ വമ്പൻ ആഘാതമുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് $45 ബില്യൺ വ്യാപാര മിച്ചമുള്ള രാജ്യമായിരുന്നു അമേരിക്ക. മറ്റേത് രാജ്യവുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാലും US-ഉമായുള്ള വ്യാപാര നഷ്ടത്തിന് പരിഹാരമാകില്ല. ഇത് മനസ്സിലാകാൻ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. 2025-26 സാമ്പത്തിക വർഷത്തിൽ തമിഴ്നാടിന് 34,642 കോടി രൂപയുടെ $3.93 ബില്യൺ കയറ്റുമതി നഷ്ടം നേരിടേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തിരുപ്പൂർ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ ദൈനംദിന വരുമാനം 60 കോടി രൂപ കുറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്താണ് കയറ്റുമതി നഷ്ടം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന മറ്റൊരിടം. ഇവിടെയെല്ലാം വൻ തൊഴിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഈ നഷ്ടം നികത്താൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചേ തീരൂ. അതിനുള്ള സത്വര ശ്രമങ്ങൾ ബജറ്റിൽ കാണുന്നില്ല. ഉപഭോഗ ത്വരയും സമ്പാദനശേഷിയും ഒരുപോലെയുള്ള ജീവനക്കാരെയും ശമ്പളക്കാരെയും മധ്യവർഗത്തെയും നിരാശപ്പെടുത്തിയ ബജറ്റാണിത്. ആദായ നികുതിയിൽ ചെറിയ ചില ഇളവുകളെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. മുൻവർഷം നൽകിയ വൻ ഇളവായിരിക്കാം ഇത്തവണ അത്തരമൊരു നീക്കത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയില്ല. മുതിർന്ന പൗരന്മാർ, പെൻഷൻകാർ, സ്ത്രീകൾ, ഗിഗ് തൊഴിലാളികൾ എന്നിവർക്ക് ബജറ്റിൽ കാര്യമായ ഇളവുകളൊന്നും ലഭിച്ചിട്ടില്ല.
ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ്. ജനങ്ങളുടെ ക്രയശേഷിയിൽ വന്ന ഇടിവ് പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാകില്ല. വൻകിടക്കാരുടെ വളർച്ചയുടെ ബലത്തിൽ GDP കണക്കിൽ മാറ്റം വരുന്നുണ്ടാകാം. എന്നാൽ രാജ്യത്തെ നാമമാത്ര വരുമാനക്കാരുടെ ജീവിതം ദുരന്തപൂർണം തന്നെയാണ്. ഈ ബജറ്റ് ഊന്നേണ്ടിയിരുന്നത് നേരിട്ട് ആശ്വാസം നൽകുന്ന പദ്ധതികൾക്കായിരുന്നു. ക്ഷേമ പദ്ധതികളിൽ മുതൽ മുടക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നത്. അതുണ്ടായില്ലെന്ന് മനസ്സിലാക്കാൻ കാർഷിക മേഖലയ്ക്ക് വർദ്ധിപ്പിച്ച തുക മാത്രം നോക്കിയാൽ മതി. 1,62,671 കോടി രൂപയാണ് ഇത്തവണത്തെ തുക. കഴിഞ്ഞ ബജറ്റിൽ അത് 1,51,853 കോടിയായിരുന്നു. ജനപ്രിയ പ്രഖ്യാപനങ്ങളിലൂടെയും സൗജന്യങ്ങളിലൂടെയുമല്ല, ഉൽപാദന മേഖലയെ ഉണർത്തിയാണ് പ്രതിസന്ധി മറികടക്കാൻ പോകുന്നതെന്ന കേന്ദ്ര സർക്കാർ നിലപാട് ആഗോള വിപണി പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഫലപ്രദമാകില്ല.